ഹലോ. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് ആണ് പഠിക്കാൻ പോണത്. ഇന്ന് കുറേ പേര് ചോദിച്ചൊരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ ടാഗ്സ് പൊതുവെ സിമ്പിളാണ്, കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ യൂസ്ഡ് വരുമ്പോൾ അല്ലെങ്കിൽ ലെറ്റ്സ് വരുമ്പോൾ അത് നമ്മൾ കുറച്ച് വ്യത്യസ്തമായി പഠിച്ചു വയ്ക്കണം. അല്ലെങ്കിൽ ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് വരുമ്പം ഇതൊന്നും പേര് പഠിക്കണ്ട, ഞാൻ എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ എന്താ ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, നീ പോവുകയാണ് അല്ലേ, അല്ലെങ്കിൽ അവൻ വരുന്നില്ല അല്ലേ, ആ അല്ലേ, ആണോ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ് ക്വസ്റ്റ്യൻ ടാഗ്സ്. വളരെ യൂസ്ഫുള്ളാണ്, ഡെയിലി ലൈഫിൽ വളരെയധികം നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ്. തുടങ്ങാം. അവൻ അല്ലെങ്കിൽ അയാൾ ഒരു ടീച്ചറാണ്. എങ്ങനെ പറയും? ഹീ ഈസ് എ ടീച്ചർ. ഹീ ഈസ് എ ടീച്ചർ. അപ്പം ഇനി ആണോ അല്ലേ എന്നൊക്കെ ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? അപ്പോൾ പഠിക്കുന്ന റൂള്, എന്തെങ്കിലും ഒരു സംഭവം ഇങ്ങനെയാണ് പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ അല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയായിരിക്കും? ഹീ ഈസ് എ ടീച്ചർ. ഇസൻറ്റ് ഹി എഴുതുമ്പോൾ ഒരു കോമ ഇട്ടിട്ട് ഇസൻറ്റ് ഹി എന്ന് എഴുതണം. ഇപ്പോൾ ചോദ്യമാണ്, ഹി ഈസ് എ ടീച്ചർ, ഇസൻറ്റ് ഹി അല്ലേ എന്ന് ചോദിക്കുക. അപ്പം ഇങ്ങനെ ആണെന്ന് പറയുമ്പം അല്ലേ എന്ന് ചോദിക്കണം. മനസ്സിലായോ? നിന്റെ അങ്കിൾ സിക്കായിരുന്നു അല്ലേ, ഇങ്ങനെ ചോദിക്കും. ആയിരുന്നു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ യുവർ അങ്കിൾ വാസ് സിക്ക്. യുവർ അങ്കിൾ വാസ് സിക്ക് അല്ലേന്ന് ചോദിക്കണമെങ്കിൽ അവിടെ ആ വേർബ് ഏതാ? വാസ് അല്ലേ. അപ്പം അതിനെ വാസിൻഡ് എന്നാക്കണം. യുവർ അങ്കിൾ വാസ് സിക്ക്, വാസിൻഡ് ഹി. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, അവനൊരു ടീച്ചറാണ്, ഹീ ഈസ് എ ടീച്ചർ. അപ്പം അതിൻ്റെ ആ ഇസ് എടുത്തിട്ട് ഇസിൻഡ് എന്നാക്കി. ഹീ ഈസ് എ ടീച്ചർ, ഇസിൻഡ് ഹി. യുവർ അങ്കിൾ വാസ് സിക്ക്, വാസിൻഡ് ഹി. ഇനി അവൾ പിയാനോ വായിക്കും അല്ലേ. അതെങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കും? അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അവൾ പിയാനോ വായിക്കും. അപ്പോൾ വായിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭാവിയിൽ ചെയ്യും എന്നല്ല അവിടെ ഉദ്ദേശിക്കണേ, വായിക്കാറുണ്ട്. അങ്ങനെ പറയുന്നതിൻ്റെ ഒരു രീതിയാണ് വായിക്കും എന്നുള്ളത് അല്ലേ, വായിക്കാറുണ്ട്. അപ്പോൾ ഷീ പ്ലേസ് ദ പിയാനോ അല്ലേന്ന് ചോദിക്കണമെങ്കിൽ അവിടെ ഇസോ വോസോ ഒന്നുമില്ല. അപ്പം എന്ത് ചെയ്യും? അപ്പം നമ്മൾ ഡുവോ ഡസ്സോ ആണ് ഉപയോഗിക്കേണ്ടത്. ഷീ ആയതുകൊണ്ട് ഡസ്. ഡസ് എന്ന് പോരാ, നെഗറ്റീവ് ആക്കണം. ഡസിൻറ്റ് ഷീ. ഷീ പ്ലേസ് ദ പിയാനോ. ഡസിൻറ്റ് ഷീ. അപ്പോൾ മനസ്സിലായില്ലേ? ബിയുടെ ഫോമാണ് നമ്മുടെ ആ സെൻറ്റൻസിലെ മെയിൻ വേർബ്. ബിയുടെ ഫോം എന്ന് പറഞ്ഞാൽ ആം, എസ്, ആർ, വാസ്, വേർ ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ബിയുടെ ഫോം എടുത്തിട്ട് കറക്റ്റായിട്ടുള്ള പോസിറ്റീവോ നെഗറ്റീവോ എസോ എസിൻ്റോ ആ സെൻറ്റൻസ് അനുസരിച്ച് നോക്കിയിട്ടിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാം. പക്ഷെ ബിയുടെ ഫോം ഇല്ലാത്ത സെൻറ്റൻസ് ആണെങ്കിൽ എന്ന് വെച്ചാൽ അവൾ ടീച്ചറാണ്, ആവുക എന്നാണ് ബിയുടെ അർത്ഥം. അപ്പോൾ ആണ്, ആയി അങ്ങനത്തെ ഒക്കെ ഒന്നുമല്ല നമ്മുടെ വേർബ്. പകരം വായിക്കുക, പിയാനോ വായിക്കാറുണ്ട്, അവിടെ ആവുകയല്ലല്ലോ. അപ്പോൾ പ്ലേ എന്നാണ് അവിടുത്തെ വേർബ്. ഷി പ്ലേസ്, അവിടുത്തെ പ്ലേസ് ആണ് അവിടുത്തെ വേർബ്. അതിനെ നമ്മൾ ഒന്നും ചെയ്യില്ല, പകരം അങ്ങനത്തെ വേർബ് വരുമ്പോൾ ഡുവോ ഡസോ ആണ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ഡിഡ് ഉപയോഗിക്കാം പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ. അപ്പോൾ ഇവിടെ പ്രസന്റ് ടെൻസ് ആണല്ലോ. അപ്പോൾ ഷി പ്ലേസ് ദ പിയാനോ. ഡസൻ ഷീ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ ഷീ പ്ലേസ് ദ പിയാനോയുടെ ചോദ്യം എന്തായിരിക്കും? ഡസൻ ഷീ പ്ലേ ദ പിയാനോ അല്ലെങ്കിൽ ഡസ് ഷീ പ്ലേ ദ പിയാനോ. അപ്പോൾ നമുക്ക് അറിയാം ഡസ് ആണ് അവിടെ വരേണ്ടതെന്ന്. അപ്പോൾ ആ നമ്മുടെ സെൻറ്റൻസ് ഷീ പ്ലേസ് ദ പിയാനോ ആയതുകൊണ്ട് അതിനെ നെഗേറ്റ് ചെയ്യണം. ഷീ പ്ലേസ് ദ പിയാനോ, ഡസൻ ഷീ. അത് സിമ്പിൾ അല്ലേ, അത്ര വലിയ ഡിഫിക്കൽട്ട് അല്ല. രണ്ട് എക്സാമ്പിളോട് ചെയ്യുമ്പോൾ മനസ്സിലാവും. കടകൾ 10:30 വരെ തുറക്കില്ല, എങ്ങനെ പറയും? ദ ഷോപ്സ് തുറക്കാറില്ല, അങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. 10:30 കഴിഞ്ഞാലേ അത് തുറക്കാറുള്ളൂ. 10:30 വരെ ആരും തുറക്കാറില്ല, കടകളാരും തുറക്കാറില്ല. ദ ഷോപ്സ് ഡോണ്ട് ഓപ്പൺ ടിൽ 10:30 അല്ലേ ചോദിക്കണമെങ്കിലോ? അപ്പോൾ ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത്, തുറക്കാറില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഡു ദേ, ദ ഷോപ്സ് ഡോണ്ട് ഓപ്പൺ ടിൽ 10:30. ഡു ദേ, ദേ എന്താ പറയാൻ കാരണം? ഷോപ്സ് പ്ലൂറൽ ആയതുകൊണ്ട് അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഡു ദേ. ശരിക്കും ഡു ദേ എന്ന് പറയുമ്പം ആണോ എന്നുള്ള ആ അർത്ഥത്തിലാണ് വരിക. പക്ഷെ കടകൾ 10:30 വരെ തുറക്കാറില്ല ആണോ എന്ന് മലയാളത്തിൽ ചോദിച്ചാൽ എന്തോ ഒരു പ്രശ്നം തോന്നുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ എല്ലാ സെൻറ്റൻസിനും അല്ലേ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് പറയണത് കേട്ടോ. അവൾക്ക് ട്രെയിനിൽ കയറാൻ പറ്റി. അതെങ്ങനെ പറയാം? ട്രെയിനിൽ കയറുക.
ബോർഡ് ദ ട്രെയിൻ എന്ന് പറയാം. ഷി കുഡ്, അവൾക്ക് ചെയ്യാൻ പറ്റി. ഓർമ്മയുണ്ട് നമ്മൾ പഠിച്ചത് മോഡൽ വേർബ്സിൽ. ഷി കുഡ് ബോർഡ് ദ ട്രെയിൻ. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഒന്ന് പറഞ്ഞേ. അപ്പോൾ ആ മോഡൽ വേർബ് അവിടെ വന്നപ്പം അത് ഉപയോഗിച്ചാൽ മതി. കുഡ് ഷി എന്നാണ് വരിക, അല്ല കുഡിൻ ഷി. ഷി കുഡ് ബോർഡ് ദ ട്രെയിൻ. കുഡിൻ ഷി, പറ്റിയില്ലേ എന്നാണ് ചോദിക്കുക. അവൾക്ക് ട്രെയിനിൽ കയറാൻ പറ്റിയില്ലേ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക. ഇനി അടുത്ത ഞാൻ പറയാം. ലേറ്റ് ആവരുതേ, ആവോ എന്ന് ചോദിക്കില്ലേ, അങ്ങനെ പറയും. ലേറ്റ് ആവരുതെന്ന് പറയാം ഡോണ്ട് ബി ലേറ്റ്. ഡോണ്ട് ബി ലേറ്റ്. ആവോ എന്ന് ചോദിക്കണമെങ്കിൽ ഇങ്ങനത്തെ സെൻറ്റൻസുകളിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുകയാണ്, ഇത് ചെയ്യ്, ഇതാവരുത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് വിൽ യു എന്നാണ്. ലേറ്റ് ആവരുത് എന്ന് പറയുന്നതുകൊണ്ട് വിൽ യു, ലേറ്റ് ആവോ എന്നുള്ള അർത്ഥത്തിൽ. ഡോണ്ട് ബി ലേറ്റ്, വിൽ യു. അത് ക്ലിയർ ആയോ? നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് ചെയ്യാം, അപ്പോൾ അത് ക്ലിയർ ആവും. നിങ്ങൾ കുറച്ചുകൂടി സെൻറ്റൻസുകൾ എന്തായാലും ചെയ്തു നോക്കണം, അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. നമ്മൾ പറഞ്ഞ കാര്യം എന്താ, നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയില്ലേ, ഇപ്പം ഈറ്റ്, ഡ്രിങ്ക്, റൺ, ക്ലോസ്, തിങ്ക്, ഇങ്ങനത്തെ ഒന്നും അല്ലാത്ത സെക്കൻഡറി ആയിട്ട് വരുന്ന ഓക്സിലറി വേർബ് വരുമ്പോൾ അല്ലെങ്കിൽ മോഡൽ വേർബ് വരുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ആ വേർബാണ്, ഓക്സിലറി വേർബാണ് ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ആവുക എന്നുള്ള വേർബ് മെയിൻ വേർബ് വരുമ്പം. ഐ ആം ഹാപ്പി എന്ന് വരുമ്പം ആം എന്നാണ് അവിടുത്തെ വേർബ്. അപ്പം ആം വരുമ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ ടാഗിൽ എന്താ ഉപയോഗിക്കുക, ആം വരുമ്പോൾ ഐ ആം ഹാപ്പി. അവിടെ ആമിൻ എന്ന് പറയില്ല, ആൾഡ് ഐ. അത് പ്രത്യേകം ഒന്ന് ഓർക്കണം. അപ്പോൾ നമ്മൾ പഠിച്ച റൂള്, വളരെ സിമ്പിളായിട്ട് റൂൾ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒന്ന് ഓക്സിലറി വേർബ്സ് ബി, ഡു, ഹാവ്, മോഡൽ വേർബ്സ്, അല്ലെങ്കിൽ മെയിൻ വേർബ് ബി ആണെങ്കിൽ അതേ വേർബ്, ആ ഓക്സിലറി വേർബ് അത്, അല്ലെങ്കിൽ മെയിൻ വേർബ് ബി ആണെങ്കിൽ അത് തന്നെ നമ്മൾ ടാഗിൽ യൂസ് ചെയ്യണം. അപ്പോൾ അത് ക്ലിയർ ആയോ? പിന്നെ പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക, ആ രീതിയിൽ ഉപയോഗിക്കാം. ഞാൻ ചോദിക്കട്ടെ, അവൾ കള്ളം പറയായിരുന്നു അല്ലേ? എങ്ങനെ പറയും? കള്ളം പറയായിരുന്നു, ഷീ വാസ് ലൈയിങ്. അപ്പോൾ അവിടെ വാസ് ആണ് വേർബ് അല്ലേ, ബിയുടെ ഒരു ഫോമാണത്. അപ്പോൾ വാസ് ഇൻ ഷീ, അല്ലെങ്കിൽ ചോദിക്കാൻ വാസ് ഇൻ ഷീ. അടുത്തത്, അവൻ കാണാൻ അവൻ്റെ അനിയനെ പോലെ തന്നെ ഉണ്ട് അല്ലേ, അങ്ങനെ ചോദിക്കുക. ഹീ ലുക്സ് ലൈക്ക് ഹിസ് ബ്രദർ. ക്വസ്റ്റ്യൻ ടാഗ് എന്താ വരിക? അപ്പോൾ വേറൊരു വേർബ് വരുമ്പോൾ എന്ന് വെച്ചാൽ ലുക്ക് എന്നൊക്കെ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഒരു വേർബ് കണ്ടില്ലേ, പ്ലേ, അങ്ങനത്തെ വേർബ്സ് അത് മാത്രമേ ഉള്ളൂ സെൻറ്റൻസിൽ മെയിൻ വേർബായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡു ഓർ ഡസ് ഓർ ഡിഡ് ആണ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് സബ്ജക്റ്റ് ഹീ ആയതുകൊണ്ട് ഡസിൻ ഹീ. ഹീ ലുക്സ് ലൈക്ക് ഹിസ് ബ്രദർ, ഡസിൻ ഹീ. അവർ കുറേ നേരം വെയിറ്റ് ചെയ്തു ഇല്ലേ, അവർ കുറേ നേരം വെയിറ്റ് ചെയ്തു. എങ്ങനെ പറയാ? ഒന്നില്ലെങ്കിൽ ദേ വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ ദേ വെയിറ്റഡ് എ ലോങ് ടൈം. അവിടെ ഫോറിൻ്റെ ആവശ്യം ഇല്ല, ദേ വെയിറ്റഡ് എ ലോങ് ടൈം എന്ന് പറയാം. അപ്പോൾ ദേ വെയിറ്റഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ദേ ഹാവ് വെയിറ്റഡ്. അപ്പോൾ ദേവ് വെയിറ്റഡ് അങ്ങനെയും പറയാം. അപ്പോൾ ദേ വെയിറ്റഡ് എ ലോങ് ടൈം. അപ്പോൾ ദേ ഹാവ് വെയിറ്റഡ് എ ലോങ് ടൈം എന്നുള്ള രീതിയിൽ ദേവ് വെയിറ്റഡ് എ ലോങ് ടൈം ആണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ വരിക? അപ്പോൾ ഹാവ് അല്ലേ അവിടെ ഓക്സിലറി വന്നത്. അപ്പോൾ ഹാവിൻറ്റ് ദേ വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം ആയിരുന്നെങ്കിലോ ഡിഡിൻ ദേ, അങ്ങനെയാണ് വരിക. അപ്പോൾ ഹാവ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഹാവിൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്തു. പക്ഷേ അവിടെ ഹാവ് ഇല്ല, ദേ വെയിറ്റഡ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്, അപ്പോൾ ഡിഡ് വെച്ചിട്ടാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുക ആ പ്രവൃത്തിയല്ലേ വന്നത്, പക്ഷേ പ്രവൃത്തി പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഡിഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഡിഡിൻ ദേ എന്ന് ഉപയോഗിക്കണം. മനസ്സിലായോ? നീ പൈസക്കാരനാണ് അല്ലേ, എങ്ങനെ പറയും? യു ആർ റിച്ച് എന്താ ക്വസ്റ്റ്യൻ ടാഗ് വരിക? ആർന്റ് യു അല്ലേ? നീ ഇങ്ങനെ 2 കാറും ഒക്കെ വന്ന് കിടക്കണമുണ്ടല്ലോ നിന്നെ കൊണ്ടുപോകാൻ. യു ആർ റിച്ച് ആർന്റ് യു. ക്ലിയർ ആയോ? അപ്പോൾ ഓക്സിലറി വേർബ് ഇല്ല, അല്ലെങ്കിൽ മോഡൽ വേർബ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡുവോ ഡസോ ഡിഡോ വെച്ചിട്ടാണ് അതുണ്ടാക്കുക. അവൾ നന്നായി പാട്ട് പാടും അല്ലേ, എന്ന് പറയും. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി അല്ലേ, അവൾ നന്നായിട്ട് പാട്ട് പാടും. അവിടെ ഡസ് ഇല്ല, ഡു ഇല്ല, ഡിഡ് ഇല്ല, ഹാവ് ഇല്ല, മോഡൽ വേർബ്സ് ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുക? ഡുവോ ഡസോ ഡിഡോ വെച്ചിട്ടാണ് ടാഗ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക.
അപ്പോൾ ഷീ സിങ്സ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഡസൻ ഷീ അങ്ങനെയാണ് വരിക. ഡസ് ആണ് ഉപയോഗിക്കുക, ഡിഡ് അല്ല, കാരണം പ്രസന്റ് ടെൻസ് ആണ്. ഡു വരില്ല, കാരണം ഒരാളേ ഉള്ളൂ അല്ലേ. ഹീ ഷീ ഇറ്റൊക്കെ വരുമ്പോൾ ഡസ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷേ പ്രസന്റ് ടെൻസിലായതുകൊണ്ട് ഡസ് വന്നത്. പാസ്റ്റ് ടെൻസ് ആയിരുന്നെങ്കിൽ ആര് വന്നാലും ഹീയോ ഷീയോ ഇറ്റോ ദയോ ആര് വന്നാലും ഡിഡാണ് വരിക. ക്ലിയർ ആയോ? അടുത്തത്, കുട്ടികൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അല്ലേ, അവർക്ക് പോകണമായിരുന്നു. ദ ചിൽഡ്രൻ വാണ്ടഡ് ടു ഗോ ഹോം. എന്താ വരിക ക്വസ്റ്റ്യൻ ടാഗ്? വേണ്ടിയിരുന്നു, അവർക്ക് വീട്ടിൽ പോകണമെന്ന് അവർ പറഞ്ഞിരുന്നു എന്നുള്ള അർത്ഥമാണ് അത്. ഇപ്പം നടക്കുന്നതല്ല, നടന്നു കഴിഞ്ഞതാണ്. വാണ്ടഡ്, അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡാണ് വരിക. ഡിഡിൻ ദേ. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ് അല്ലേ, കുറേ കുട്ടികളുള്ളപ്പോഴാണ് ചിൽഡ്രൻ എന്ന് പറയാം. അപ്പോൾ ദ ചിൽഡ്രൻ വാണ്ടഡ് ടു ഗോ ഹോം. ഡിഡിൻ ദേ. ഞാൻ പിന്നെ ആമിൻ്റെ പ്രത്യേകം എടുത്ത് പറയാണ്. ഐ ആം എന്ന് പറയുമ്പം ആമിൻറ്റ് എന്ന് പറയില്ല ടാഗിൽ, പകരം ആറിൻറ്റ് എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കാം. സോറി ഞാൻ ലേറ്റ് ആണല്ലേ, സോറി ആ രീതിയിൽ എങ്ങനെ പറയാം? സോറി ഐ ആം ലേറ്റ്. അല്ലേന്ന് ചോദിക്കാൻ ആറിൻറ്റ് ഐ. ആണോ എന്ന് ചോദിക്കാൻ ഇപ്പോൾ ഐ എം നോട്ട് ലേറ്റ്, അങ്ങനെയാണെങ്കിലോ ആം ഐ അങ്ങനെ ചോദിച്ചാൽ മതി. പക്ഷെ അല്ലേന്ന് ചോദിക്കണമെങ്കിൽ ആറിൻറ്റ് ഐ എന്ന് വേണം, ആമിൻറ്റ് എന്ന് പറയില്ല കേട്ടോ. ഹീ യൂസ് ടു ലീവ് ഹിയർ. ഇവിടെ പണ്ട് ഇയാൾ താമസിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ എല്ലാം എന്നുള്ള അർത്ഥത്തിൽ. ഹി യൂസ്ഡ് ടു ലീവ് ഹിയർ. അങ്ങനെയാണെങ്കിലോ പണ്ട് ചെയ്തതാണ്, ഇപ്പം ചെയ്തുകൊണ്ടിരുന്നതല്ലേ, അപ്പോൾ അതും പാസ്റ്റ് ടെൻസിൽ തന്നെയാണ്. ഡിഡിൻ ഹി. ഹി യൂസ്ഡ് ടു ലിവ് ഹിയർ. ഡിഡിൻ ഹി. അപ്പം യൂസ് ടു ഇവിടെ ഒന്ന് പഠിക്കാം. നമ്മൾ മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പം അത് ചെയ്യാറില്ല, അങ്ങനത്തെ കാര്യങ്ങൾക്ക് യൂസ്ഡ് ടു എന്നുള്ള 2 വാക്കുകളാണ് യൂസ് ചെയ്യുക. അപ്പോൾ അവൻ ഇവിടെ പണ്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇപ്പോൾ താമസിക്കാറില്ല എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഹി യൂസ്ഡ് ടു ലിവ് ഹിയർ. ടാഗിന് വരിക ഡിഡിൻ ഹി, കാരണം അതും പാസ്റ്റാണ്, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഹി യൂസ് ടു പോസിറ്റീവായ സെൻറ്റൻസ് ആയതുകൊണ്ട് ഡിഡിൻ ഹി. ഇനി നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്, അങ്ങനത്തെ സെൻറ്റൻസ് നമ്മൾ ഉടനെ കണ്ടു. ഓർമ്മയുണ്ടോ അതിൻ്റെ റൂള്? വൈകുന്നേരം എന്നെ വിളിക്കണം എന്ന് പറയും, കോൾ മീ. ഇന്ന് വൈകുന്നേരം എന്നാണെങ്കിൽ ദിസ് ഈവനിങ്. വിളിക്കുമോ എന്നിങ്ങനെ പറയാം. അങ്ങനത്തെ സെൻറ്റൻസുകൾ എന്തെങ്കിലും ചെയ്യ് അല്ലെങ്കിൽ ചെയ്യരുത് ഒക്കെ വിൽ യു എന്നുള്ള രീതിയിൽ വിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്യാൻ ഉപയോഗിക്കാം. വുഡ്, കുഡ്, ക്യാൻ, വോണ്ട് ഇതൊക്കെ യൂസ് ചെയ്യാം അവിടെ. ഇപ്പോൾ വിളിക്കില്ലേ എന്നുള്ള അർത്ഥത്തിൽ വിൽ യു എന്ന് ചോദിക്കാം. കോൾ മീ ദിസ് ഈവനിങ്. വിൽ യു, വിളിക്കുമോ? അപ്പോൾ അവിടെ വിളിക്കില്ലേ എന്നുള്ള അർത്ഥത്തിൽ വോണ്ട് യു എന്നും ഉപയോഗിക്കാം കേട്ടോ, അങ്ങനെയും കാണാറുണ്ട്, വിളിക്കില്ലേ. പക്ഷേ ഈ രീതിയിൽ ഇംപറേറ്റീവ് സെൻറ്റൻസസ്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന സെൻറ്റൻസുകൾ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്. ടേൺ ഓഫ് ദ സ്പീക്കർ, അത് ഓഫാക്ക്. ചെയ്യോ? വിൽ യു ടേൺ ഓഫ് ദ സ്പീക്കർ? വിൽ യു? ഷൗട്ട് ചെയ്യരുത്, ഡോണ്ട് ഷൗട്ട്. പറഞ്ഞ കേൾക്കുമോ എന്നുള്ള അർത്ഥത്തിൽ വിൽ യു ഡോണ്ട് ഷൗട്ട്, വിൽ യു. അപ്പോൾ ചിലർ ചോദിക്കും ഇവിടെ ഡോണ്ട് ഷൗട്ട് ചെയ്യരുത് എന്നല്ല, അപ്പോൾ വോണ്ട് യു എന്ന് വരില്ലേന്ന്. അത് ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച്. ഇപ്പം നമുക്ക് ഇവിടെ വിൽ യു വോണ്ട് യു ഒക്കെ വരാം. നമുക്ക് വേണമെങ്കിൽ അവിടെ വോണ്ട് യു യൂസ് ചെയ്യുന്നത് തെറ്റില്ല, വിൽ യു യൂസ് ചെയ്യുന്നതും തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരുമോ? കം ഹിയർ എ മിനിറ്റ്. പറ്റുമോ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ ക്യാൻ യു. അപ്പോൾ ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അവിടെ എന്താണ് സ്യൂട്ട് ആവുക അതനുസരിച്ച് അത് ഉപയോഗിക്കാം. കം ഹിയർ എ മിനിറ്റ്. ക്യാൻ യു വരാൻ പറ്റുമോ? ഇനി വേറെ ഒരെണ്ണുള്ളത് ഷാൽ ഉപയോഗിക്കുന്ന. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം എന്ന് പറയുമ്പോൾ ഷാലാണ് യൂസ് ചെയ്യുക. നമുക്ക് പുറത്തു പോവാം, ലെറ്റ്സ് ഗോ ഔട്ട്. ഷാൽ വി അങ്ങനെയാണ് ഉപയോഗിക്കുക. ലെറ്റ്സ് ഗോ ഔട്ട്, ഷാൽ വി പുറത്തു പോവാം അല്ലേ. ലെറ്റ്സ് ഗോ ഔട്ട്, ഷാൽ വി. ഇനി ഇതൊന്നും അല്ലാണ്ട് ചിലർ പറയും ഈ റൈറ്റ് എന്നൊക്കെ ഉപയോഗിക്കില്ലേ, നീ പുറത്തു പോവാ അല്ലേ എന്ന് പറയാൻ യു ആർ ഗോയിങ് ഔട്ട് റൈറ്റ് എന്ന് ഉപയോഗിച്ചുകൂടെയെന്ന്. ഇത് യൂണിവേഴ്സൽ ടാഗ്സ് എന്ന് പറയും. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നത് വളരെ കോമൺ ആണ്. ഇപ്പം ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്ന ക്വസ്റ്റ്യൻ ടാഗ്സ് എക്സാമിനൊക്കെ പലപ്പോഴും അത് തന്നെ ഉപയോഗിക്കണം. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ അതും ഉപയോഗിക്കാറുണ്ട് വളരെ കാഷ്വലായിട്ട്. യൂണിവേഴ്സൽ ടാഗ്സ് റൈറ്റ്, യാ എന്നൊക്കെയുള്ള ആ ഫോംസ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നീ പുറത്ത് പോകുന്നില്ല അല്ലേ, സോ യു ആർ നോട്ട് ഗോയിങ് ഔട്ട് റൈറ്റ്, ഞാൻ ശരിയല്ലേ എന്നുള്ള രീതിയിൽ റൈറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. അതുപോലെ അവർ വെള്ളിയാഴ്ച സാധനം ഇവിടെ എത്തിക്കൂലേ എന്ന് പറയും,
ദേ വിൽ ഡെലിവർ ദ പ്രോഡക്റ്റ് ബൈ ഫ്രൈഡേ. വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും എത്തിക്കൂലേ? യാ അല്ലേ എന്നുള്ള രീതിയിൽ യാ എന്നും ഉപയോഗിക്കാറുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ കോമൺ ആണ് ഈ റൈറ്റ്, യാ. അപ്പോൾ ഇത്രയും വലിയ കാര്യങ്ങളൊന്നും പഠിക്കാണ്ട് റൈറ്റ്, യാ എപ്പോഴും ഉപയോഗിച്ചുകൂടെയെന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷെ പല സമയത്തും നമുക്ക് അല്ലേന്നൊക്കെ പറയാൻ അതിൻ്റേതായ യൂസേജ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എല്ലാം പഠിച്ചിരിക്കുക. വളരെ സിമ്പിളാണിത്. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്സ്. മനസ്സിലായോ? വലിയ റൂൾസൊക്കെ പിടിയിട്ടില്ലേ? നമ്മൾ ഓക്സിലറി വേർബ്സ് ഡു, ഡസ്, ഡിഡ് അങ്ങനത്തെ, അല്ലെങ്കിൽ മോഡൽ വേർബ്സ്, അല്ലെങ്കിൽ ഹാവ്, അതൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സെൻറ്റൻസിൽ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക. എന്ത് പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. ഇനി അവിടെ ഓക്സിലറി വേർബ് ഇല്ല എങ്കിൽ മെയിൻ വേർബ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ പ്ലേ, ഹിറ്റ്, റൺ, ക്രൈ, സിങ്, സ്മൈൽ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു വേർബാണ് അവിടെ വരുന്നതെങ്കിൽ അപ്പോൾ ആരാണ് സബ്ജക്റ്റ് നോക്കുക, ഏത് ടെൻസാന്ന് നോക്കുക. പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഡുവോ ഡസോ വെച്ചിട്ട്, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഡിഡ് വെച്ചിട്ട്, പിന്നെ ആ പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് അങ്ങനെ ഇടുക. പിന്നെയുള്ളത് ഇംപറേറ്റീവ് സെൻറ്റൻസസ് വരുമ്പം നിങ്ങൾക്ക് വിൽ യു, അല്ലെങ്കിൽ വിൽ ഷീ, വോണ്ട് യു, കുഡ് യു, ക്യാൻ യു, വുഡ് യു, ഇങ്ങനത്തെ എല്ലാം ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മളങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് ആക്കുന്ന റൂൾ ഇവിടെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാറില്ല. ഇനി യൂണിവേഴ്സൽ ടാഗ്സ് ഉണ്ട്, റൈറ്റ്, യാ എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ലെറ്റ്സ് യൂസ് ചെയ്യുമ്പം ഷാൽ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം.